ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കടയിൽ ഊണിന് മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ എടുത്താൽ വയ്ക്കേണ്ട അനിയത്തി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു ഉള്ള കണ്ട തേങ്ങ മുഴുവനും വേണ്ടി വരും. കാരണം എന്താണെന്നറിയാമോ, അവളാണ് തേങ്ങ ചേർക്കണത്, ഞാൻ തേങ്ങയൊന്നും ചേർക്കാറില്ല. അവൾ തേങ്ങ ചേർക്കും, ഞാനതെടുത്ത് പെരുമാറും. പിന്നെ ഈ തേങ്ങ വില കൂടിയ സമയത്തല്ലേ മാമ്പഴ പുളിശ്ശേരിക്ക് കുറേ തേങ്ങ അരച്ച് കലക്കാൻ പോണത്. പക്ഷേ എങ്ങനെയൊക്കെ ചെയ്താലും നമ്മളുടെ കറിക്ക് ടേസ്റ്റും വേണം, അതേപോലെ തന്നെ തേങ്ങ അധികം ചിലവാകുകയും ചെയ്യരുത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു അതെങ്ങനെ ചെയ്തോടെ ഒന്ന് പറയും. ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ ഉണ്ടാക്കൂടെ, നോക്കിക്കോന്ന് പറയട്ടാ. അങ്ങനെ എന്ത് ചെയ്ത് ഈ മാങ്ങ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയത്, ആ ഒരു മുറത്തിലിരിക്കണ മാങ്ങ നമ്മുടെ കടയുടെ മുകളിൽ വീണിട്ട് കിട്ടിയ മാങ്ങ കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഈ കുഞ്ഞു കുഞ്ഞു മാങ്ങ ഉണ്ടാ, നമ്മുടെ ഇവിടെ മരം വെട്ടുകാർ ചോറ് തിന്നാൻ വന്നപ്പോൾ കുറേ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചെടുത്ത് ചമ്മന്തിയൊക്കെ അരച്ച്, പിന്നെ ബാക്കിയുള്ള മാങ്ങ ഞാൻ നോക്കുമ്പോൾ അത് പഴുത്തിരിക്കണം. എന്നാൽ പിന്നെ എല്ലാം കൂടി കൂട്ടിയിട്ട് ഇന്നൊരു മാമ്പഴ പുളിശ്ശേരി വെക്കാമെന്ന് ഓർത്തിട്ടാ. അങ്ങനെ ഞാൻ മാങ്ങയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങയൊക്കെ നോക്കിയപ്പോഴേ കുറച്ച് മാങ്ങയൊക്കെ അതിന് ചീത്തായി പോയിട്ടുണ്ട്. ഞാൻ അതൊക്കെ കളഞ്ഞ് പിന്നെ ബാക്കിയുള്ളതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ മാമ്പഴ പുളിശ്ശേരി വെക്കണ പാത്രത്തിലേക്ക് ഇതേപോലെ ഒലിച്ചൊലിച്ചിട്ടുണ്ട്. എല്ലാ മാങ്ങയും നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു കേട്ടോ. കൈ കൊണ്ട് ഇതേപോലെ നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചെടുക്കണം കേട്ടോ. കൈ കൊണ്ട് തന്നെ ഉടക്കണം കേട്ടോ, അല്ലാണ്ട് കത്തിയൊന്നും ഉപയോഗിച്ചിട്ട് അരിഞ്ഞെടുക്കരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് കയ്യിലാണ് നമ്മുടെ ടേസ്റ്റ് ഇരിക്കണത്. ഇപ്പം കുറച്ച് കമൻറ്റുകളൊക്കെ അയ്യോ ചേച്ചി എന്താണ് കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ഉടക്കണേന്ന് വെച്ച്. പക്ഷേ കൈ നന്നായിട്ട് കഴുകിയിട്ടാണ് കേട്ടോ ഉടക്കണം. ഞാൻ നിങ്ങളെ കാണിച്ചൊക്കെ തന്നെ ഉണ്ടല്ലോ, ഈ പുറത്ത് പോയി നിങ്ങൾ അൽഫാമും ഷവർമയും കുന്തവും കുറുവടിയൊക്കെ കഴിക്കണില്ലേ, ഈ ഹിന്ദിക്കാരൊക്കെ കൈ വേണ്ട എന്താണെന്നൊക്കെ അറിയാൻ പറ്റുമോ? അപ്പോൾ അതൊന്നും ഇല്ലടോ. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, ബാഡ് കമൻ്റായിട്ട് ആരും വരല്ലേ. പിന്നെ ഞാൻ കുറച്ച് പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുമ്പളങ്ങ അരിഞ്ഞതാണ് കേട്ടോ. ചില ആൾക്കാർ വെള്ളരിക്ക ചേർക്കും, ഞാൻ കുമ്പളങ്ങ ചേർത്തത് എന്താണെന്നറിയാമോ, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണേ. നമ്മളെ വീട്ടിൽ നിന്ന് അമ്മച്ചി കൊടുത്തു വിട്ടാണ് ഒരു കുമ്പളങ്ങ, അവിടെ ഉണ്ടായ കുമ്പളങ്ങയാണ്. അപ്പം ഞാൻ ഓർത്ത് അതിൽ നിന്ന് പകുതി എടുത്തിട്ട് അത് ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കാമെന്ന് ഓർത്ത് അത് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ മഞ്ഞപ്പൊടിയും ലേശം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കുമ്പളങ്ങ ഇടണ എന്താണെന്നറിയാമോ, ചില ആൾക്കാർ ഈ മാങ്ങയൊക്കെ കൊടുത്താൽ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ, ഈ ചാറ് മാത്രം കൊടുക്കണത് ശരിയല്ല. അതിൻ്റെ കൂട്ടത്തിൽ കൂടി കുമ്പളങ്ങ കഷ്ണങ്ങളും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടാവും, അതേപോലെ തന്നെ ആ കഷ്ണങ്ങൾ അവർക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുമ്പളങ്ങയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് അടപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് അടപ്പിൽ വെച്ചിട്ട് അപ്പുറത്തും പോയിട്ട് വർത്തമാനം പറഞ്ഞ് ഫോണും കുത്തിക്കൊണ്ടിരിക്കല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാലേ അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടുന്ന പഴുത്ത മാങ്ങ പെട്ടെന്ന് അടി പിടിക്കുക. അപ്പം ഞാനതൊക്കെ ഇളക്കി കൊടുത്തോട്ടെ, ഞാൻ പറഞ്ഞനുസരിക്കുന്ന ആളാണ്, അതുകൊണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ഇളക്കി കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ഇത് നോക്കിയേ, നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചെടുത്ത കാരണം നമ്മുടെ മാങ്ങയുടെ കൊഴുപ്പ് വേണ്ട. അപ്പം ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് അധികം തേങ്ങയുടെ ആവശ്യം ഉണ്ടാവില്ല. അവൾ കുറേ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ച്, പക്ഷെ ഞാനെടുത്തത് 2 കൈപ്പിടിയോളം തേങ്ങയുണ്ട് ഇതിനെടുത്തേക്കണത്. ഇനി കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുത്ത് പിന്നെ 2 കുപ്പി തൈര് മേടിച്ചിട്ടുണ്ട്. 1 കുപ്പി 40 രൂപ വേണ്ട, അപ്പോൾ 2 കുപ്പി 80 രൂപയുടെ തൈരാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പുളിയുള്ള തൈരാണ്ട, നാടൻ തൈരാണ്. ഇത് അടിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു മാങ്ങയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് മാങ്ങയൊക്കെ ഞൊടിക്കൂട്ടി എടുത്തില്ലേ, അപ്പം അതുകൊണ്ടത്തെ തന്നെ നമ്മുടെ ആ മാങ്ങയുടെ സത്തൊക്കെ കൂടി ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല കൊഴുപ്പ് കിട്ടും നമ്മുടെ കറിക്ക്. അത് കാരണമാണ് നമുക്ക് അധികം തേങ്ങയുടെ ആവശ്യമില്ലാത്തത്. ഇനി ഞാൻ ആ ബാക്കി 1 കുപ്പി തൈരും കൂടി ഉണ്ടായിരുന്നില്ലേ, അതും കൂടി ഇതിലേക്ക് അടിച്ചൊഴിച്ചു കൊടുത്ത്. എന്നിട്ട് പോലും ഇത്രയും സാധനങ്ങൾ ഒഴിച്ചിട്ടും നമ്മുടെ ഈ ഒരു കറിക്ക് കണ്ട നല്ല കൊഴുപ്പുണ്ട്, നല്ല കുറുകലുണ്ട് കേട്ടോ. ഞാൻ നോക്കിയിട്ട് തേങ്ങ ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ 2 കൈപ്പിടി ഇട്ടെന്നേ ഉള്ളൂ. കാരണം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇട്ടത്. തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, തൈര് മാത്രം അടിച്ചൊഴിച്ചാലും മതി. അപ്പോൾ തൈര് അടിച്ചൊഴിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് നല്ല ജീരകവും കൂടി ചേർത്തിട്ട് വേണം അടിച്ചൊഴിക്കാനായിട്ട്. കണ്ട ഇപ്പം തന്നെ നല്ല കൊഴുപ്പുണ്ട്, നമ്മൾ എന്തോരം വെള്ളം കൂട്ടിയിട്ടും കൊഴുപ്പ് അങ്ങനെ തന്നെ നിൽക്കണേണ്. ഇനി ഞാൻ കുറച്ച് ഉപ്പും അതേപോലെ ലേശം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത്. ചില ആൾക്കാർ ശർക്കര ഇട്ട് കൊടുക്കും കേട്ടോ, പക്ഷെ ഞാൻ പഞ്ചസാരയാണ്, കാരണം എൻ്റെ വീട്ടിൽ ശർക്കര ഇല്ല, അല്ല എൻ്റെ കടയിൽ ശർക്കര ഇല്ല എന്നതുകൊണ്ടിട്ടാണ്. ഇനി നമുക്കിതിൽ താളിപ്പ് നടത്താം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കടുകും അതേപോലെ തന്നെ ഉലുവയും കൂടി പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാലോ, വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനിതിലേക്ക് ലേശം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് കൊട്ടി കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ ഒരു കളറ്, ഒരു ചുമന്ന കളറിലെ എണ്ണമയത്തിൻ്റെ കളർ നമ്മുടെ പുളിശ്ശേരിക്കിട്ട് തേങ്ങ അരച്ച കറികൾക്കൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി.
അപ്പം നമ്മളിവിടെ കഴിക്കാൻ വന്ന എല്ലാവരുടെയൊക്കെ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, ചില ആൾക്കാർ പറയും കുഴപ്പമില്ല എന്ന് പറയട്ടോ. പക്ഷേ ഈ ചേട്ടൻ കഴിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ വീഡിയോ എടുത്ത ആ ചേട്ടൻ കണ്ടില്ലായിരുന്നു കേട്ടോ. എന്താണ് മാങ്ങയൊക്കെ എടുത്താണല്ലോ അടിച്ചു മാറ്റി വെച്ചേക്കണ. എന്റെ മാങ്ങാക്കറി എങ്ങനെയുണ്ട് അത് പറ. അവിടെ ഇത് അത് മതി ഇത് പറ. മാങ്ങാക്കറി എങ്ങനെയുണ്ടെന്ന്? സൂപ്പർ. ചേട്ടാ മാങ്ങാക്കറി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഞാനിതൊക്കെ കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഇതേ ഒരാളിന്ന് ചട്ടി പിടിക്കണ്. ഞാൻ ഫോണും കൊണ്ട് വന്നപ്പോൾ എന്നോട് ഒന്ന് പോടോന്ന്, താന് ഫോണും കൊണ്ട് എല്ലാവരെയും കാണിക്കണം. ഞാൻ പോട്ടെ അടി കുഴപ്പമില്ല, നമ്മളെ കൂട്ടുകാരല്ലേ കണ്ടോട്ടേന്ന്. അപ്പം ഇത് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറിയാലോ.